ചിലന്തി കടിച്ചായിരുന്നു ഗൈസ്. അതൊരു കറുത്ത ചിലന്തിയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കറുത്ത ചുമ്മാ കടിച്ചെന്ന് വിചാരിച്ചു. അതെ, അപ്പം അതൊന്നും പ്രശ്നമില്ല. ഗൈസ് ഞാനിപ്പം ഡോക്ടറിനെ കാണാൻ പോവാണ്. അതല്ല, ഇന്നലെ രാത്രിയാണെങ്കിൽ എന്തൊക്കെയോ സംഭവിച്ചു ഗൈസ്. എനിക്ക് നല്ല ഏതാണ്ട് പറ്റിയത് പോലെ എൻ്റെ ചെവിയുടെ കേൾവിയൊക്കെ വന്ന പോലെ തോന്നുന്നു ഗൈസ് കുറേ. എന്തായാലും നമുക്ക് ഓടാം. അയ്യോ, ഇതിപ്പോൾ എന്തിട്ടുണ്ടായേ? എടാ ജോക്കേ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നീ എങ്ങനെയാടാ ഇത്ര സ്പീഡിൽ ഓടിയേ? അതെനിക്കറിയത്തില്ലടാ. ഞാനിപ്പം ചുമ്മാ ഒന്ന് ഓടി നോക്കിയതാ. എന്നൊരു സ്പൈഡർ കടിച്ചായിരുന്നേ. എടാ ജോക്കേ, നീ എന്തിട്ടിപ്പോൾ പറഞ്ഞേ? ഒരു സ്പൈഡറോ? എടാ നീ വല്ല സ്പൈഡർമാനും വല്ല ആയതാണോ? സ്പൈഡർമാനാ? ഞാനാ? എനിക്ക് തോന്നുന്നത് ഇതെന്തോ ഗ്രാനി എന്നെ ഒരു മാജിക് ചെയ്ത. എൻ്റെ അമ്മേ! എടാ ജോക്കേ, ഇതൊക്കെ എന്നോട് സംഭവിച്ചേ? നീ എന്താടാ കാര്യം സ്പ്രിങ് എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലടാ, ഞാൻ ഡോക്ടറിനെ കാണുന്ന കൂടെ ഇറങ്ങി. എടാ ഒരു കാര്യം ചെയ്യും, നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കഴിവേ അത് നീ ഉപയോഗപ്പെടുത്താൻ നോക്കി. കഴിവോ? എടാ ഒന്ന് പോയടാ. അവൻ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാനിപ്പം ഒരു സ്പൈഡർമാനാണ്. എടാ ഒന്ന് പോയടാ. എനിക്കാണെങ്കിൽ ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ഞാൻ ജോലി ചെയ്തിട്ട് വരാം. ആരെങ്കിലും വരുന്നതിന് മുന്നേ ജോലി ചെയ്തിട്ട് വരണം. അപ്പം നീ ഇവിടെ നിൽക്കേ. ഓക്കെ. അപ്പം ഗൈസ്, ഞാനെന്തിനാ ഇപ്പം അവൻ്റെ വാക്ക് കേട്ടൊന്ന് ഇറങ്ങിയെന്ന് അറിയാവോ? ഗൈസ് ശരിക്കും തന്നെ എന്നെ സ്പൈഡർ കടിച്ചിട്ടാണ് എനിക്ക് ഇത്ര സെൻസ് കിട്ടിയത്. ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോൾ നൈസിൻ്റെ സ്യൂട്ട് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സ്യൂട്ട് ഉണ്ടാക്കുന്ന സ്ഥലം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. നമുക്ക് നൈസിന് കയറി ഒരു സ്യൂട്ട് ഉണ്ടാക്കാം. ഹലോ അപ്പോൾ ഗൈസ് നമ്മളിതാ സ്യൂട്ട് ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് സൈഡിൽ കണ്ട ITM മെനു. അപ്പോൾ ഗൈസ് ഇതിനകത്താണ് നമ്മളെ സ്യൂട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ പിക്ക് ചെയ്യാൻ നമ്മളെ സ്പാനർ. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്. അതിന് തന്നെ നമ്മളെ ഈ പ്രത്യേകം പറഞ്ഞു തന്നെ നമ്മളെ ഇൻ്റർനെറ്റ് ഓണാക്കണം. അല്ലെങ്കിൽ ഈ ഒരു സാധനം, ഈ ഒരു സ്യൂട്ട് നിനക്ക് കിട്ടത്തില്ലെന്ന് എന്നോട് അപ്പോഴേ പറഞ്ഞാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് ഓണാക്കിയേക്കാം. സെലക്ട്. ഓക്കെ, ഇതിപ്പം എന്താ നടന്നേ? ഓക്കെ, ഏതാണ്ട് ലോഡിങ് സ്ക്രീനൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഷൂട്ടിടാം. ഷൂട്ട് ബാ. എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഓക്കെ, എന്തൊക്കെയോ സംഭവിക്കുന്നേ? ഇത് കണ്ടോ ഗൈസ്, ഞാനിപ്പം ഒരു ശരിക്കത്തെ സ്പൈഡർമാൻ ഷൂട്ടിലാണ്. പക്ഷേ ഗൈസ് ഇതിപ്പോൾ എനിക്ക് ചിലർക്ക് പവർ ഉണ്ടെങ്കിൽ സ്പൈഡർമാൻ ഷൂട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സ്പൈഡർമാൻ ഇട്ടിട്ട് കാര്യമുള്ളൂ ഗൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ വണ്ടി ഇവിടെ കിടക്കട്ടെ. നമുക്ക് ക്യാമറ ആംഗിൾ കുറച്ചൊന്ന് മാറ്റിയേക്കാം, കുറച്ചും കൂടെ. ഓക്കെ, ഈ ഒരു ഇത് മതി. ഓക്കെ, നമുക്കൊന്ന് ഓടി നോക്കാം. എൻ്റെ അമ്മോ, ഇതിപ്പം നല്ല രസമുണ്ട് കേട്ടാ. ഇങ്ങനെ ചാടിയും തുള്ളിയും കളിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഗൈസ് നമ്മളാണെങ്കിൽ ഇപ്പം സീനായിട്ടുണ്ട്. നമ്മളെ ജമ്പൊക്കെ നോക്കി എന്താ അറിയത്തില്ല. പക്ഷെ എനിക്ക് വെബ് ഷൂട്ടർ അത്രയും ഇതിൻ്റെ കൂടെ കിട്ടിയില്ല. ഇതാരടാ ഈ വന്നേക്കുന്നത്? എടാ ചോപ്പേ, ഇത് ഞാനടാ. ഏത് ഞാൻ? എടാ ചോപ്പേ, ഇത് ഞാനടാ, നിന്റെ ഫ്രാങ്ക്ലിൻ യജമാനൻ. ഞാൻ വിശ്വസിക്കില്ല. ഫ്രാങ്ക്ലിനിപ്പം ഏതാണ്ട് ജോലിക്ക് പോയിക്കാണല്ലോ. നീ ഏതാ? സത്യം പറ. അയ്യോ, ഇവൻ എന്നെ ഇപ്പം കടിക്കാറായ വരുവാണല്ലോ. എടാ ഞാൻ ശരിക്കത്തെ ഫ്രാങ്ക്ലിനാടാ. എന്നാ നീ എൻ്റെ മൊബൈലൊന്ന് കാണിച്ചേ. ഇതാണ് എൻ്റെ മൊബൈല്. ഇത് ശരിയാണല്ലോ. എടാ ഫ്രാങ്ക്ലിന് നിനക്കപ്പം ശരിക്കും പവറുണ്ടോ? ആണടാ, എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതേണ്ട നോക്കിയേ ഞാൻ എത്ര ഉയരത്തിൽ ചാടുന്നേന്ന്. ഫ്രാങ്ക്ലിന് ഇതിപ്പം നല്ല സീനുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നീ സിറ്റി മൊത്തം കറങ്ങിട്ട് വാ. അതുവരെയായിട്ട് ഞാൻ ഇവിടെ ഒന്ന് കിടക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതിപ്പോൾ നല്ല രസമുണ്ട് കേട്ടാ. ഇങ്ങനെ ചാടിക്കളിക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കുറേ ഉയരത്തിൽ ചാടാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് സ്പൈഡർമാൻ്റെ പകുതി പവറാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണെന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ടില്ലേ? പിന്നെ ഗൈസ് എൻ്റെ ഹെൽത്ത് ആണെങ്കിൽ എത്ര ഉയരത്തിൽ ചാടിയിട്ട് പോകുന്നില്ല. അതെന്താണെന്ന് എനിക്കിതായിട്ട് മനസ്സിലായില്ല. പിന്നെ ഈ ബിൽഡിങ്ങേ ഇവിടെയായിട്ടൊക്കെ സ്റ്റക്കായിരിക്കാനും പറ്റുന്നില്ല.
അപ്പോൾ ചില പവേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത് ബ്ലാക്ക് സ്യൂട്ടാണ് ഗൈസ്. എന്താ നേരത്തെ ചാടിയപ്പം നല്ല ഉയർത്തിപ്പോയല്ലോ. ഇതെന്താ ഇപ്പോൾ ഉയരം കുറഞ്ഞ പോലെ? അല്ലല്ലോ, ഉയരമൊന്നും കുറഞ്ഞില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല സ്പീഡിൽ ഓടിട്ട് ഇങ്ങോട്ട് ചാടി കയറാം. ഇതിപ്പോൾ കുറച്ച് ടൈമിങ് തെറ്റിപ്പോയതാണ്. ഓക്കെ, നമുക്കപ്പം ഒരൊറ്റ ചാട്ടം വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇത് കൊള്ളാം കേട്ടോ, നൈസായിട്ടുണ്ട്. പിന്നെ ഈ സ്പൈഡർമാൻ സ്യൂട്ട് എനിക്ക് മേടിക്കാനായിട്ട് ഒരു 1000 രൂപ ആയിട്ടുള്ളൂ ഗൈസ്. അത് പിന്നെ എനിക്ക് വെബ് ഷൂട്ടർ ഇല്ല ഗൈസ്, കാരണം നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന പവറില്ല ഗൈസ്. പിന്നെ അങ്ങനെ വെബ് ഷൂട്ടർ കിട്ടുക? ഞാൻ പിന്നെ ഏറ്റവും ബാക്കിലോട്ടുള്ള ഒരു കായ്ക്കൊക്കെയാണ്. എൻ്റെ മോനെ സീനായിട്ടുണ്ട് ഗൈസ്. ഇതിപ്പം നല്ല രസമുണ്ട് സ്പൈഡർമാനായിട്ട് ഓടി കളിക്കാൻ. ഇതാണ് നമ്മളിപ്പോഴത്തെ സ്യൂട്ട് ഗൈസ്. അയ്യോ, ഇതിപ്പോൾ എന്നിട്ടുണ്ടായേ എൻ്റെ സ്പൈഡർമാൻ്റെ പവറിൽ കാറൊക്കെ തെറിച്ച് പോയല്ലോ. ഇത് പിന്നെ നൈസായിട്ടുണ്ട്. നമ്മളപ്പോൾ ചെറുതായിട്ട് ക്യാമറ ആംഗിളൊന്ന് മാറ്റിയേക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെ മതി. ഓക്കെ, നമുക്കൊരു ചാട്ടം വെച്ച് കൊടുക്കാം. എൻ്റെ മോനെ സീനായിട്ടുണ്ട്. ഇത് നല്ല രസമുണ്ട് ഗൈസ് ഇത് വെച്ച് ഓടിക്കളിക്കാൻ. എന്താ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വീട്ടിലോട്ട് ഓടാം. നമ്മളെ ചോപ്പേ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഷിൻചാനെയൊക്കെ വിളിച്ച് ഇക്കാര്യം അറിയിക്കണം. അവനിത് പുറത്തെല്ലാം പറയുമോ? ആർക്കറിയാം. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ഈ കാര്യം ചെയ്യാൻ ക്യാമറ ആംഗിളൊന്ന് മാറ്റട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ ഷിൻചാനെ ഈ ഒരു ലൊക്കേഷനിലോട്ടൊന്ന് വിളിക്കാം. അതിനായിട്ട് നമ്മൾ പിന്നെയും നെറ്റ് ഓണാക്കേണ്ടി വരും, കാരണം നമ്മൾ വിളിക്കണമെങ്കിൽ നെറ്റ് ഓണാക്കി പറ്റത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നേരെ നമുക്കിപ്പം നമ്മുടെ ഷിൻചാനെ വിളിക്കാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഷിൻചാൻ വരുമെന്ന് തോന്നുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ പാരഷൂട്ട് ഇട്ട് ചാടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കാം. ഫ്രാങ്ക്ലിൻ ബൈ, ഇതെന്താണ് കാണിച്ചേക്കുന്നത്? ഫ്രാങ്ക്ലിൻ ബൈ എന്തിട്ട് ഉടുപ്പിട്ടിട്ടേക്കുന്നത്? ഇത് നമ്മളെ സ്പൈഡർമാൻ 2 സ്പൈഡർമാൻ, സോറി, ഇത് നമ്മളെ സ്പൈഡർമാൻ 3 സ്പൈഡർമാൻ്റെ സ്യൂട്ടല്ലയോ? എടാ സ്യൂട്ടല്ലടാ, എനിക്ക് സ്പൈഡർമാൻ 3 പവറൊക്കെ കിട്ടിയേക്കുക. ഇതെങ്ങനെ ഫ്രാങ്ക്ലിൻ ബൈ, ഇതെങ്ങനെ സാധിക്കുന്നു ഫ്രാങ്ക്ലിൻ ബൈ? അതെന്താ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ വളരെ പറ്റിപ്പിടിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ എനിക്ക് നല്ല ഉയർത്തി ചാടാനും സ്പീഡിൽ ഓടാനൊക്കെ പറ്റുന്നുണ്ടാ. അപ്പം എന്നെ ഫ്രാങ്ക്ലിൻ ബൈ ഇങ്ങനെ ചാടാതെ എനിക്ക് പേടിയായിട്ട് വയ്യ. ഇനി എന്തായാലും ഇവിടെ നിൽക്കടാ, ഞാൻ വീട്ടിലോട്ട് പോയിട്ട് വരാം. ഒരു മിനിറ്റ്, ഷിൻചാനെ നീ എൻ്റെ വീട്ടിൽ വരണുണ്ടാ? എന്താല്ലേ ഇതുകൊണ്ട് ഷിൻചാന് പതുക്കെയാണ് ഓടി വരുന്നത്? ഇതെന്ത് ഷിൻചാനാണ്? ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പം പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകണം. ഓക്കെ, ഇവിടെയായിട്ടാണ് വീടിൻ്റെ ലൊക്കേഷൻ. എടാ ഷിൻചാനെ നീ വരുന്നുണ്ടോ? എൻ്റെ പൊന്നും ഫ്രാങ്ക്ലിൻ ബൈ, ഇത്ര വേഗത്തിൽ ഓടുകയാണെങ്കിൽ ഞാനങ്ങനെ ഫ്രാങ്ക്ലിൻ ബൈയുടെ ഓടുന്നേ. അതൊന്നും നീ നോക്കണ്ട, നീ പതുക്കെ വീട്ടിലോട്ട് വന്നാൽ മതി. ഓക്കെ ഗൈസ്, നമ്മളിപ്പം ഷിൻചാനോട് ടാക്സി പിടിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നല്ല രസമുണ്ട് ഗൈസ് ഇങ്ങനെ ഓടാൻ. എന്താ അറിയില്ല, ഇപ്പോൾ സ്പീഡ് കുറഞ്ഞു വന്ന സംശയം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മളിതാ വീട്ടിൽ എത്തിക്കാണ്. നമുക്കിനി എന്തിനാ വെറുതെ നമ്മളുടെ ഈ ഒരു ഗേറ്റൊക്കെ തുറന്ന് കയറണ്ടേ? നമ്മളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീട്ടിൽ എത്തിക്കാണ്. ഒരു മിനിറ്റ്, ഈ ഷിൻചാന് എവിടെപ്പോയേക്കാ? ഇവനെ കാണുന്നില്ലല്ലോ. ഷിൻചാനെ, ഈ ഷിൻചാന് എവിടാ? അവൻ കണ്ട് എൻ്റെ പുറകിനുണ്ടായിരുന്നല്ല. കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഷിൻചാനെ നമുക്ക് ചാടുമ്പോൾ കാണാൻ പറ്റുമോ? ഈ ഷിൻചാനെ കാണാനില്ല. എനിക്കൊന്ന് ഷിൻചാൻ ഡീസ്പോണായി പോയി കാണുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോൾ ഷിൻചാനെ ഒന്നും കൂടെ വിളിക്കാം. അപ്പോൾ അവനും കൂടെ നമുക്ക് പവർ കൊടുത്തു നോക്കാം. അവനപ്പം എന്ത് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളപ്പം ഷിൻചാനെ വിളിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പം മൊബൈൽ എടുത്തിട്ടുണ്ട്. NPC അല്ലല്ല. ഓക്കെ നമുക്കപ്പം ഷിൻചാനെ വിളിക്കാം. ഫ്രാങ്ക്ലിൻ ബൈ ഞാൻ വന്ന്. എടാ നിനക്ക് എൻ്റെ പവർ ട്രാൻസ്ഫർ ചെയ്യാടാ. ഇതിപ്പോൾ എന്നിട്ടുണ്ടായേ? ഇതാരാ എന്നെപ്പോലെ ഒരുത്തൻ? അതെന്താ പറ്റിയെന്ന് അറിഞ്ഞൂടാ, പക്ഷേ എനിക്കിപ്പം ചാടാനൊക്കെ പറ്റുന്നുണ്ട്.
എൻ്റെ അമ്മോ. ഓക്കെ, നീ ഏതാടാ? നീ ഏതാ? എൻ്റെ ടിങ്ങാണ്. എടാ ഷിൻചാനെ, ഇത് ഞാനടാ, ടിൻഷൻ. അയ്യോ അയ്യോ, എന്നെ കൊന്നേ. ഇതിപ്പം പിള്ളേരെ കൊന്നാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല. അതുമല്ല, എന്നെ ഇനിയും ആർക്കും പിടിക്കാനും പറ്റത്തില്ല. കാര്യം അമ്മാതിരി സ്പീഡ് നമുക്ക് കിട്ടിയേക്കാണ്. അപ്പം മൊബൈലെടുത്ത് നോക്കാം. പിന്നെ നമ്മൾ ഫ്രാങ്ക്ലിൻ ഭായി 5-6 ദിവസത്തേക്ക് ഇവിടെ കാണത്തില്ലെന്ന് പറഞ്ഞേക്കാണ്. നമുക്കപ്പം നമ്മളെ ക്യാമറകളൊന്നും മാറ്റാം. ഇതിപ്പോൾ നല്ല രസമുണ്ട് ഗൈസ് തുള്ളിച്ചാടി കളിക്കാൻ. എനിക്ക് പിന്നെ ഈ പവർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ. ഓക്കെ, നമ്മളപ്പോൾ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയിലാണ്. ഇപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പം നേരെ നമ്മൾ ചോപ്പിൻ്റെ അടുത്തോട്ട് പോവാം. ചോപ്പിപ്പം നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അയ്യോ, എൻ്റെ തലയെ പിടിച്ചല്ലോ. ഒന്നാമത് ഞാൻ പഠിക്കുന്നതിന് പുറകില്ല, അതിൻ്റെ ഇടയിൽ എൻ്റെ തലയും കൂടി ഇടിച്ചാൽ ഇതിപ്പോൾ സീനായല്ലോ. എനിക്ക് ചാടാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ എത്തിയേക്കാണ്. എടാ ചോപ്പേ, നീ അറിഞ്ഞാ എനിക്ക് ഫ്രാങ്ക്ലിൻ പവർ ഉണ്ടാ? അങ്ങനെയാണോ? എടാ, നിനക്ക് നല്ല രസമായിരിക്കും, പക്ഷെ എനിക്ക് മാത്രം പവർ എടുക്കാൻ പറ്റത്തില്ലോ. അതാണൊരു പ്രശ്നം. അതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ് ഇങ്ങനത്തെ സ്പൈഡർമാൻ്റെ ഫയൽ എടുത്തിട്ട് നമ്മളെങ്ങനെ സ്പൈഡർമാനെ ഇങ്ങനെ ചാടാനും ഓടാനും പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ ഇപ്പം അതൊരിക്കലും ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇതെങ്ങനെ എടുക്കേണ്ടതെന്ന്. അപ്പം വീഡിയോയുടെ എബിലിറ്റി കൂടുന്നതിനെക്കാട്ടും തന്നെ കുറയുന്നതാണ്. അപ്പോൾ ഇപ്പം തന്നെ പറയാം. അപ്പോൾ ഈ സായിനെ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാസ്റ്റ് കോഡ്സ് എന്ന് പറഞ്ഞെടുക്കണം. അതുകൊണ്ട് ഇത് കണ്ടോ, സൂപ്പർ റണ്ണ്, സൂപ്പർ ജമ്പ്, പിന്നെ 18 ഓപ്ഷൻ ഒന്നും വേണ്ട. പിന്നെ ഇൻഫിനിറ്റി ഇതും 1, 2, 3 ഈ ഒരു ഭാഗം കിടക്കുന്ന ഈ ഒരു ഏരിയ കിടക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കോഡടിച്ച് എടുക്കണ്ടേ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പറഞ്ഞാൽ തന്നെ ഈ വീഡിയോ തിരിക്കും ലൈക്ക് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് കേട്ടാ. അപ്പം ഷെയർ ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാർക്ക് ഇതുവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പം ഞാൻ ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഇതൊരു ഫയലും ഡൗൺലോഡ് ചെയ്തിട്ടൊന്നുമല്ല എടുത്തേ. അപ്പോൾ ഇതിലത്തെ ക്യാരക്ടറിനെ കിട്ടാനുള്ള ഒരു ലിങ്കില്ല. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നിങ്ങൾ ITA മോഡ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ITA പ്ലഗിൻ. അപ്പം നമ്മൾ ITA എന്ന് അടിക്കുമ്പോൾ തന്നെ പ്ലഗിൻ എന്ന് കാണിക്കും. അപ്പോൾ നിങ്ങൾ അത് പിടിച്ച് ഞെക്കിയാൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ITA മെനുവിനകത്ത് വന്നിട്ട് അതാണെങ്കിൽ നമ്മളാണെങ്കിൽ ആ ക്യാരക്ടറിനെ ഇത് കണ്ട് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ലോഡ് ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ITA മെനു കയറി കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മളങ്ങനെ കാണിക്കുമ്പം ലോഡ് URL മൊഡ്യൂൾ എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം നിങ്ങൾ ആ ഒരു സാധനത്തിൽ പിടിച്ച് ഞെക്കിയാൽ മതി. നിങ്ങൾ ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ആ ഒരു ആപ്പിൽ കയറി നിങ്ങൾ ശരിക്കും ലിങ്ക് പേസ്റ്റ് ചെയ്താൽ ലിങ്ക് പേസ്റ്റ് ചെയ്താലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ